കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുപക്ഷം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ ഒരാളാണ് പുതുമുഖ സ്ഥാനാർത്ഥിയായ ബീന ഫിലിപ്പ്. റിട്ടയർഡ് അധ്യാപികയായ ബീന ഫിലിപ്പ് പ്രചാരണം ആരംഭിച്ചു. ഷിത ജഗത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ബീന ഫിലിപ്പ്. കോഴിക്കോട് കോർപ്പറേഷനിൽ പൊറ്റമ്മൽ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, അധ്യാപികയാണ്, നടക്കാവ് സ്കൂളിൽ നിന്ന് വിരമിച്ചതാണ്. ടീച്ചർ ആദ്യം തന്നെ ആശംസകൾ പറയുന്നു. പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇന്ന് തുടങ്ങി. എങ്ങനെയുണ്ട്? ഇവിടെ ധാരാളം കുട്ടികളുണ്ട്, എനിക്ക് ഇഷ്ടസമ്പത്തുണ്ട്, പരിചയക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പേടിയൊന്നുമില്ല. എന്നാലും ഈ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും എത്തണം, കോവിഡിനെ പേടിക്കണം. ടീച്ചർ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ടാണ്. അല്ലാതെ ഉണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. എന്താ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ കാരണം? ഇത്രയും കാലമില്ലാതെ ഒരു ഞാനിപ്പോൾ ഫ്രീ ആയി. റിട്ടയർ ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ PhDക്ക് ഞാൻ പഠിച്ച വിഷയം വളരെയേറെ സമകാലീന പ്രാധാന്യമുള്ളതായിരുന്നു. പ്രിൻസിപ്പൾ എന്ന ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള അധ്യാപികയാവാൻ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. നടക്കാവ് പോലെ, ആഴ്ചവട്ടം പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിൽ തുടങ്ങേണ്ടി വന്നു. അപ്പോൾ കെട്ടിടം പണിയാൻ എല്ലാവരുടെ പുറകെ ഓടണം, പ്രിൻസിപ്പളായിരിക്കണം, പഠിപ്പിക്കണം, പ്യൂണിൻ്റെ പണി ചെയ്യണം, ക്ലർക്കിൻ്റെ പണി ചെയ്യണം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോളേജ്, ഒരു ഓട്ടോണോമസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് എന്നെ കണ്ടുകൊണ്ടാണ് അവിടെ ഒരു കോളേജിന് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി കുടുംബത്തിൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കട്ടെ. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് ഞാനൊരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. കാരണം അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച എൻ്റെ എല്ലാ ഗവേഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കുട്ടികളിലും ടീച്ചേഴ്സിലും രക്ഷകർത്താക്കളിലൊക്കെ എത്തിക്കാൻ സാധിച്ചു. ഇനി ക്ലാസ്സൊക്കെ എടുത്തത് മതി, സ്വരം നന്നപ്പോൾ പാട്ട് നിർത്താലോ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ പിന്നെ പാർട്ടിയിൽ നിന്ന് ചോദിച്ചു, ടീച്ചർക്ക് ഇപ്പോൾ ഫ്രീ അല്ലേ അന്ന് ചോദിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ആവട്ടെ എന്ന് കരുതി. ഇപ്പം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഒരാളാണ്. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ പ്രദീപ് കുമാറിൻ്റെ കൂടെ എത്രമാത്രം ആത്മാർത്ഥയോടെ വർക്ക് ചെയ്തു. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറഞ്ഞു, ടീച്ചർക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മേയർ സ്ഥാനം എന്നൊക്കെ പറയണത് അറിഞ്ഞുകൂടാ എനിക്ക്, അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ആകെ ചിന്തിക്കുന്നത് കൗൺസിലറായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അത്രമാത്രം. താങ്ക് യു ടീച്ചറെ. ടീച്ചർ ഇന്ന് പ്രചാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീട് കയറിയതേ ഉള്ളൂ. എന്നാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണയും LDF ഭരണം നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ ഒരാളാണ് ബീന ഫിലിപ്പ്. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.